ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ അമ്പലത്തിൽ നിന്ന് നിധിയും സുനന്ദയും കൂടെ സംസാരിക്കുക. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുനന്ദേൻ്റെ അമ്മ ലളിത അങ്ങോട്ട് വരുന്നത്. ലളിതയ്ക്ക് നിധിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിനോട് ചോദിക്കുന്നുണ്ട്, എന്താടി നീ എൻ്റെ മകളോട് എന്തെങ്കിലും പറഞ്ഞോ? അവളുടെ മനസ്സ് മാറ്റാനുള്ള ശ്രമമാണോ? കല്യാണം എത്തി നിൽക്കുക, അപ്പോഴാണോ നിങ്ങൾ ഈ മനസ്സ് മാറ്റാൻ നോക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വഭാവം മാറുന്ന പേടിച്ചിട്ടൊന്നുമല്ല, നിങ്ങളുടെ മകൾക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ല, പക്ഷെ അതൊട്ട് എതിർത്ത് പറയാൻ അവൾക്ക് ധൈര്യമില്ല. പിന്നെ ഞങ്ങളൊക്കെ അമ്പലത്തിലേക്ക് വരുന്നത് തൊഴാനാണ്, അല്ലാണ്ട് നിങ്ങളെ മകൾക്ക് നല്ല ബുദ്ധി ഓതി കൊടുക്കാനൊന്നുമല്ല. ഓതി കൊടുക്കാനായിരുന്നു വീട്ടിലേക്ക് വന്നത്, ഔട്ട് നിങ്ങൾ സമ്മതിച്ചില്ല, അതോടെ ആ അധ്യായം തീർന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ലളിതൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് ദേഷ്യവും അപമാനമൊക്കെ മിന്നി മാറാണ് കേട്ടോ. കാരണം എല്ലാവരോടും ഉങ്ക് കാണിച്ചവളാണല്ലോ. അപ്പോൾ ഈ നിധീനെ പോലെ ഒരു ചെറിയ പെൺകുട്ടി ഇവിടെ വന്ന് തന്നോട് ഉങ്ക് കാണിക്കുമ്പോൾ ഒന്നും സഹിക്കാൻ ലളിതയ്ക്ക് പറ്റുന്നില്ല കേട്ടോ. സുനന്ദയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്, അവൾക്ക് വിഷമാവുന്നുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നമാണല്ലോ, ഇതൊക്കെ കാരണം അവൾ കാരണമല്ലേ എന്നാണ് അവൾ ഓർക്കുന്നത്. എന്നിട്ട് അവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട്, അമ്മേനോട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നിധി വീണ്ടും പറയാണ്, നിങ്ങളുടെ മകളെ ചാടിച്ച് കൊണ്ടുവരാനൊന്നും ഞങ്ങളെ കുടുംബത്തിൽ ആരും ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ആരും ചെയ്യുമില്ല. അത് കേട്ടപ്പോൾ ലളിത ഒന്ന് പുച്ഛിച്ചിട്ട് പറയുന്നുണ്ട്, ഓ നിങ്ങളുടെ കുടുംബം രാജകുടുംബമാണല്ലോ. അപ്പം നിധിക്ക് നന്നായിട്ട് ദേഷ്യം വന്നിട്ട് നിധി പറയുന്നുണ്ട്, രാജകുടുംബത്തിലുള്ളവർ മാത്രമേ നല്ലവരുള്ളൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം നല്ലതല്ലല്ലോ, നിങ്ങൾ ഇവൾക്ക് വേണ്ടി ആലോചിച്ച കുടുംബം നല്ലതാണോ? അല്ലല്ലോ. അത് കേട്ടപ്പോൾ ലളിത എടീന്ന് വിളിക്കുന്നുണ്ട്. അപ്പം നിധിക്ക് നന്നായിട്ട് ദേഷ്യം വന്നിട്ട് നിധി പറയുന്നുണ്ട്, എടി ബോഡി എന്നൊക്കെ നിങ്ങളുടെ മകളെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കാൻ വരണ്ട. വിളിച്ചാൽ നീ എന്ത് ചെയ്യും? ആ തടിമാടന്മാരെ കൊണ്ട് എന്നെ തല്ലിക്കോ, അല്ലെങ്കിൽ ആ കൊലപ്പുള്ളിയെ കൊണ്ട് എന്നെ കൊല്ലുവോ? അപ്പോൾ നിധി പറയുന്നുണ്ട്, രണ്ടും ചെയ്യില്ല, ഞാൻ നിങ്ങളോട് തിരിച്ച് എന്താടീന്ന് ചോദിക്കും. അപ്പോഴോ? അത് കേട്ടപ്പോൾ ലളിത ആദ്യം ഒന്ന് ഷോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ. മോളുടെ പ്രായമുള്ളൊരു പെൺകുട്ടീൻ്റെ വായിന്ന് ഇങ്ങനെ കേൾപ്പിക്കണോ എന്നവൾ പുച്ഛത്തോടെ ചോദിക്കുമ്പോൾ ലളിതയ്ക്ക് തിരിച്ചൊന്നും പറയാനില്ല. എന്നാലും അവർ ഹുങ്ക് താഴ്ന്നിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അവർ പറയാണ്, നാക്കിന് എല്ലില്ലാതായല്ലേ, വന്നു കയറിയ കുടുംബത്തിൻ്റെ ഗുണം നീയും കാണിക്കല്ലോ, അതിലപ്പുറം എന്തായാലും പോവില്ലല്ലോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വന്ന് കയറിയ കുടുംബം നിങ്ങളെ കുടുംബത്തിനെക്കാട്ടും എത്രയോ നല്ലതാണ്, അവിടുത്തെ ആളുകളും നല്ലതാണ്. അപ്പം ലളിതയ്ക്ക് പുച്ഛമായിട്ട് ലളിത പറയുന്നുണ്ട്, ഓ അത് പിന്നെ നാട്ടുകാർ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ കുടുംബത്തിനെ പറ്റി. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നാട്ടുകാർക്ക് എന്തും പറയാം, പക്ഷെ അവിടെ ജീവിക്കുന്ന ഞാനല്ലേ, എന്തായാലും നിങ്ങളുടെ കുടുംബത്തിനെക്കാട്ടും എത്രയോ നല്ല ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നത്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. എൻ്റെ കുടുംബം എന്തായാലും നിങ്ങളുടെ കുടുംബത്തിനെക്കാട്ടിലും ഒരു പടി മുകളില്ല, അതെനിക്ക് ഉറപ്പാണ്. അത് ആര് പറഞ്ഞാലും അതൊന്നും നുണയാവില്ല. മര്യാദ കൊണ്ടും മനുഷ്യത്വം കൊണ്ടും എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ തന്നെയാണ് ഞങ്ങളുടെ കുടുംബം. അത് കേട്ടപ്പോൾ ലളിത ഒന്ന് പുച്ഛിച്ചിട്ട് പറയുന്നുണ്ട്, ഓഹോ 3 മാസം കൊണ്ട് അത് നിന്റെ കുടുംബമായോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ സംശയം, എൻ്റെ കുടുംബം തന്നെയാണ്. പിന്നൊരു കാര്യം, ഇനി നിങ്ങൾ അനാവശ്യമായിട്ട് എന്നോട് ഉങ്ക് കാണിക്കാൻ വരരുത്. ഞാൻ അമ്പലത്തിലേക്ക് വരുന്നതേ വഴക്കുണ്ടാക്കാനല്ല, പ്രാർത്ഥിക്കാൻ. അതും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അപമാനം കൊണ്ട് നാറി നിൽക്കുകയാണ് നമ്മുടെ ലളിത. അപ്പോൾ ലളിത സുനന്ദേനെ വിളിച്ചിട്ട് പിടിച്ചങ്ങോട്ട് വലിക്കുകയാണ്, ഇങ്ങോട്ട് വാടി, അവൾ കിടന്ന് മൂങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്. നിധിൻ്റെ വായന്ന് ഇത്തരം ചീത്തയൊന്നും കേൾക്കുന്നത് ലളിത ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ലളിതയ്ക്കാകെ ദേഷ്യവും ചമ്മലും അപമാനവും എല്ലാം കൂടെ ഒരു മിക്സഡ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ആ ദേഷ്യം മൊത്തം ഇനി സുനന്ദേനോട് തീർക്കുന്നുള്ളത് ഉറപ്പാണ്, പാവം സുനന്ദ. ഇനി ഇതിൻ്റെ ബാക്കി എന്താവെന്ന് അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്